ആ ഇന്നലെ സാലറി ക്രെഡിറ്റ് ആയിരുന്നു, പക്ഷെ പൈസ കുറവുണ്ട്. ഇരിക്കും, ഞാനൊന്ന് നോക്കട്ടെ. പേരെന്തായിരുന്നു? സൗമ്യ. പിന്നെ ഹാഫ് ഡേ കാണുന്നുണ്ടല്ലോ. 15th ഹാഫ് ഡേ. ഞാൻ 15th ലീവ് അല്ലല്ലോ. അത് നമ്മൾ 15th സൗമ്യ പഞ്ച് ചെയ്തിരിക്കുന്നത് 9:06-നാണ്. നമ്മൾ 9 മണിക്ക് പഞ്ച് ചെയ്യേണ്ടത് നമ്മളൊരു 5 മിനിറ്റ് കൂടെ കൂടുതൽ തന്നിട്ടുണ്ട്. പക്ഷെ സൗമ്യ അന്ന് 9:06-നാണ് പഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഹാഫ് ഡേ ആയിട്ടല്ലേ കൂട്ടും. മനസ്സിലായോ? സാർ, ഇതെല്ലാം ഹാഫ് ഡേ ആയിട്ടാണ് ഇവിടെ കണക്ക് കൂട്ടണമെങ്കിൽ ഞങ്ങളൊന്ന് ഇൻഫോം ചെയ്യണ്ടേ? ഞാൻ കുറച്ച് താമസിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റ് ആയി തന്നെയാണ് പഞ്ച് ഔട്ട് ചെയ്യാറ്. അതൊന്നും ഇവിടെ നോക്കത്തില്ലേ? സൗമ്യ, നമുക്ക് മാനേജ്മെന്റ് ഒരു റൂൾ ഉണ്ടല്ലോ, 9 to 5 നമ്മുടെ ഡ്യൂട്ടി ടൈം. അതിനുശേഷം സ്റ്റാഫ് എന്ത് ചെയ്യുന്നു നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ചില സമയങ്ങളിൽ പട്ടിയെ പോലെ കടന്ന് ജോലി എടുക്കാറുണ്ട്. ഒരു സ്റ്റാഫ് ഇല്ലെങ്കിൽ അതിന് പകരം വയ്ക്കാറുണ്ട്. അപ്പോഴൊന്നും ഞങ്ങൾക്ക് പൈസ കൂട്ടി തന്നിട്ടൊന്നുമില്ലല്ലോ. എന്നിട്ട് എങ്ങാനും 1 മിനിറ്റ് ഒന്ന് താമസിച്ചപ്പോഴേക്കും അപ്പൊ ഹാഫ് ഡേ. നമ്മുടെ മാനേജ്മെന്റ് ഒരു റൂളില്ലേ, അതൊക്കെ നമ്മൾ അനുസരിക്കണ്ടേ? ഞാൻ ഇനി ഏതെങ്കിലും ഒരു പേഷ്യന്റിനെ കുത്തിവെക്കുന്ന സമയമാകുമ്പോഴേ, കറക്റ്റ് 5 മണിയാകുമ്പോഴേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാം. സൗമ്യ, ബട്ടൺസ് ഇടൂ. ഫുള്ള് യൂണിഫോമിലായിരിക്കണ്ടേ? എവിടെയൊക്കെ നോക്കി ചേച്ചി ഫോൺ കിടന്ന് ബെല്ലടിക്കുന്നുണ്ട്. വീട്ടിൽ നിന്നാ. വൈകിട്ട് വരുമ്പോൾ പാലും പഴം മേടിക്കാനായിരിക്കുള്ളൂ. ഹലോ, എപ്പോ? അയ്യോ, ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ മേലായിരുന്നോ? വീട്ടിൽ അപ്പച്ചൻ